ഇന്നു പകൽ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ ബഹുമാനിയ ദൈവമക്കൾക്കും, കർത്താവിൻ്റെ ശ്രേഷ്ഠദാസീദാസന്മാർക്കും, കൂത്താട്ടോളത്തെ സഭയ്ക്കും കർത്താവായ യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ചിറ്റൂർ റോഡുള്ള YMCA ഹാളിലാണ് നമ്മുടെ ആരാധന വൈകുന്നേരം 5 മണി മുതൽ ഇന്നു മുതൽ നടക്കുന്നത്. എറണാകുളത്തുള്ളവർ ശ്രദ്ധയോടെ കേൾക്കുക, അവിടേക്ക് വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് അല്പനേരം ദൈവവചനം ചിന്തിക്കാൻ പോവുകയാണ്. 11:30 ആരാധന നിർത്തണമെന്ന് കരുതിയതാണ്. കാരണം ഇന്നിത് കഴിഞ്ഞു വേണം എറണാകുളത്ത് ചെല്ലാൻ. അപ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ല. 10 മിനിറ്റ് ദൈവവചനം സംസാരിക്കാം. നമ്മൾ വേഗം നിന്ന് പകൽ ധ്യാനിക്കാൻ പോകുന്നത് യേശു പറഞ്ഞ ഒരു വാക്കാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ളതായ വചനങ്ങൾ വേഗം പ്രാർത്ഥനയോടെ വായിച്ചു തരിക. മത്തായി സുവിശേഷം 5-ാം അധ്യായം. യേശു പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. പക്ഷേ മതി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സാധാരണ ഇങ്ങനത്തെ കൂട്ടായ്മകളിലൊന്നും പാസ്റ്റർമാരൊന്നും ഈ വചനം എടുത്ത് അധികം പ്രസംഗിക്കുകയില്ല. കാരണം ഇതിനകത്തുനിന്ന് അധികം കത്തിപ്പിടിക്കുന്ന ആശയങ്ങളൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇത് സൈലൻ്റായിട്ട് വായിച്ചു വിടുന്നൊരു വേദഭാഗമാണ്. പക്ഷേ ഞാൻ ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി ദൈവസന്നിധി ധ്യാനിക്കുമ്പോൾ യേശു എന്നോട് പറഞ്ഞത് ഇന്ന് ഈ വചനം നിങ്ങളോടുമായി പങ്കുവെക്കുവാനാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ആദ്യത്തെ വാക്ക് രേഖപ്പെടുത്തി വെച്ചേക്കുന്നതിലൊരു ഭാഗം നമുക്ക് സ്നാപക യോഹന്നാനോട് യേശു പറയുന്ന ഒരു വാക്കായിട്ടാണ്. ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അതിനു മുൻപ് യേശു പ്രഖ്യാപിച്ചതായിട്ടുള്ള ഒരു വചനം നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ 12-ാമത്തെ വയസ്സിൽ ദേവാലയ സദസ്സിലിരുന്നു കൊണ്ട് തൻ്റെ മാതാപിതാക്കളോട് പറയുന്നൊരു വാക്കാണ്. ഏതാണ് ആ വാക്ക്? ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ. പിന്നീട് കർത്താവ് മാതാപിതാക്കളോട് പറഞ്ഞു, സ്നാപക യോഹന്നാനോട് സംസാരിച്ചു. പിന്നീട് യേശു പിശാചിനോടാണ് സംസാരിക്കുന്നത്. ആമേൻ. മരുഭൂമിയിൽ. അതിനുശേഷം യേശു തൻ്റെ കാനായിലെ കല്യാണ വീട്ടിലുള്ളതായി ശുശ്രൂഷയെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. ശിഷ്യന്മാരെ വിളിക്കുന്നത് കാണുന്നു. ഇപ്പോൾ താബോർ മലയിൽ വെച്ച് യേശു തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന മനുഷ്യരോട് പറഞ്ഞ ഒരു കല്ലിൻ്റെ മേൽ യേശു ഇരുന്നുകൊണ്ട്, അതായത് അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി ഇരുന്ന ശേഷം യേശു ശിഷ്യന്മാരോട് തൻ്റെ അടുക്കൽ വന്ന ജനത്തോട് തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു എന്നാണ്. യേശുവിൻ്റെ വായ വെറും വായ എന്നല്ല ബൈബിൾ പറയുന്നത്, തിരുവായാണ്. ഒരാമേൻ പറയണം. യേശുവിൻ്റെ അധരം ബഹുമാന്യ അധരമാണ്. യേശുവിൻ്റെ നാവ് ആരാധ്യമായ നാവാണ്. യേശുവിൻ്റെ ശരീരം ആരാധ്യമാണ്, പൂജനീയമാണ്. ചേർന്നൊരു സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ യേശു തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു. എന്നതാ ഉപദേശിച്ചത്? യേശു ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, തൻ്റെ മെസ്സേജ് ആരംഭിക്കുമ്പോൾ യേശു ഫസ്റ്റ് പറഞ്ഞ വാക്കാണ് ആത്മാവിൽ ദരിദ്രരായവർ. ഒരാമേൻ പറഞ്ഞേ. അതായത് ആത്മാവിൽ ദരിദ്രർ, അതായത് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്ന വാക്ക് പറയുന്നതിന് മുൻപ് യേശു പറഞ്ഞ ഫസ്റ്റ് വേർഡ് സ്പിരിറ്റ് എന്നുള്ളതാണ്, ആത്മാവെന്നുള്ളതാണ്. അതായത് യേശു ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ആത്മാവിനെ നമ്മളെല്ലാം പുറത്തെ സാഹചര്യം പറഞ്ഞിട്ട് അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുമ്പോൾ യേശു അകത്തുനിന്ന് പുറത്തോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്. അതായത് നമ്മൾ പൂവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു വിത്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരാമേൻ പറയണം. അപ്പം എന്തോ സംതിങ് ഇതിനകത്തുണ്ട്. അതിനെ പിടിച്ചു വേണം ഇന്ന് പകൽ കയറാൻ. ആത്മാവിൽ ദരിദ്രർ ആയവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അപ്പം ആത്മാവിനെ കണ്ടാലേ ആത്മാവിൻ്റെ ദാരിദ്ര്യവും സമ്പന്നതയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? വഴിയെ പോയപ്പോൾ റൂമിനകത്ത് ചുമന്ന കണ്ണുമായിട്ട് നിൽക്കുന്ന ആ ഒന്നും അല്ല ആത്മാവെന്ന് പറയുന്നത്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, സാരി ഉടുത്ത് നടക്കുന്നു, ഇങ്ങനെ പറയുന്ന പൊട്ടക്കഥകളൊന്നും അല്ല എന്ത് ആത്മാവ്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുവിധ ഐറ്റങ്ങളെ വിശ്വസിക്കരുത്. യേശു പറഞ്ഞ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പ്രേതങ്ങൾക്കും രൂപമില്ല.
പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ദുരാത്മാവിനും എന്തില്ല? രൂപമില്ല, ശരീരം ഇല്ല. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് വെള്ള സാരിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് വല്ല കാഞ്ചീപുരം പട്ടൊക്കെ കൊടുത്ത് നടക്കേണ്ടതല്ലേ അല്ലേ? ഒരു ലെഗിൻസൊക്കെ ഇട്ട് വരാൻ പറ. ഇത്രയും കാലമായില്ലേ, വെള്ള സാരിയൊക്കെ എത്ര കാലമായി അല്ലേ? തലമുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചൊക്കെ അല്ലേ നടക്കാൻ പറ. മുറുക്കി നിൽക്കുന്നതിന് ഇപ്പോൾ ഒരു ചൂയിക്കൊക്കെ ചവച്ചുകൊണ്ടൊക്കെ ഒന്ന് നിൽക്കാൻ പറ. ഇച്ചിരി ഒരു കാലമൊക്കെ മാറിയതൊന്ന് അറിയിക്കും ഇവിടുത്തെ പ്രേതങ്ങളെയൊക്കെ. അപ്പം ഇതൊക്കെ അറിയാതെ യാതൊരു പുരോഗമനവും ഇല്ലാതെ ഇന്നും നടക്കുന്നതിൻ്റെയൊക്കെ കഥ പറഞ്ഞ് ഇനി ഈ മെനക്കെട്ട കാര്യങ്ങൾക്കൊന്നും നേരം കളയരുത്. അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പം ഈ ആത്മാവിനെ എങ്ങനെയാണ് കാണാൻ കഴിയുന്നത്? ആത്മാവിനെ കണ്ടാലേ നിങ്ങളുടെ ലൈഫ് മാറുകയുള്ളൂ. ആത്മാവിനെക്കുറിച്ച് അറിഞ്ഞാലേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുകയുള്ളൂ. ദൈവമക്കളെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് ശരീരമുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അതെന്നതാ കയ്യെ കിടക്കുന്നേ? ആരുടെ വാച്ച്? ആ ബൈബിൾ ആരുടെയാ? പറയാൻ ഉറക്കെ. എൻ്റെ ബൈബിൾ. ആമേൻ. ആ മൊബൈൽ ആരുടെയാ ബ്രദറെ? ആ ബൈബിളിനകത്ത് വെച്ചേക്കുന്നേ എൻ്റെ. എന്തുകൊണ്ടാണ് ഞാൻ മൊബൈൽ എന്ന് പറയാഞ്ഞേ? ഞാൻ വാച്ച് എന്ന് പറയാഞ്ഞേ? എൻ്റെ വാച്ച്, എൻ്റെ മൊബൈൽ, എൻ്റെ കൈ, എൻ്റെ കണ്ണ്. അപ്പോൾ കണ്ണല്ല ഞാൻ, ഇതെൻ്റെ കണ്ണ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതെൻ്റെ നാക്കല്ല ഞാൻ. ഞാനെന്ന് പറയുന്ന ആളുടേതായി നാക്ക്. ഞാനെന്ന് പറയുന്ന ആളുടെയാ ഈ കാണുന്നതെല്ലാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി? ഓക്കെ. അപ്പോൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു ചോദ്യം അവസാനം അവശേഷിക്കും. ഞാൻ ആരാണ്? ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് തൃപ്തിയാകുന്നില്ല. ഈ ഞാനെന്ന് പറയുന്ന ആ ഒരു ഈഗോയെ തൊടുമ്പോഴാണ് ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദ ലോർഡ്. അടുത്തിരിക്കുന്നവരെ ഒന്ന് നുള്ളിക്കേ, ചിലവർക്ക് നോവണം. ആമേൻ. നൊന്തു. നുള്ളു കിട്ടിയില്ലേ? ഒന്ന് കൊടുത്തേ ഷിനോ ബ്രദറെ. ഒന്ന് ഞൊളയട്ടെ. ആമേൻ. ഹല്ലേലൂയ. അതായത് നമ്മളുടെ ഇപ്പം നൊന്ത സ്ഥലം നമ്മുടെ ആത്മാവല്ല, നമ്മുടെ ശരീരത്തിനാണ് നൊന്തത്. പക്ഷേ അവൻ എന്നെ ഞൊള്ളി, അവൾ എനിക്കിട്ടൊരു ഞൊള്ളു തന്നു. ഈ പക കയറിയേക്കുന്ന ശരീരത്തിലും അല്ല, ആത്മാവിലും അല്ല, മനസ്സിലാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചെയ്ത ഉപകാരം ഓർത്തു വെക്കുന്നതും ചെയ്ത ദ്രോഹം മറക്കാതിരിക്കുന്നതും നിങ്ങളുടെ മനസ്സിലാണ്. പക്ഷേ അതിൻ്റെ അനുഭവം കിട്ടിയത് ശരീരത്തിലാണ്. പക്ഷേ ഇതിനെ രണ്ടിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആളുടെ പേരാണ് ആത്മാവ്. ഒരു ആമേൻ പറഞ്ഞേ. എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി, ദാഹിക്കുന്നു. അപ്പം എന്തേലും വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നോട് എൻ്റെ അകത്തിരുന്ന് ആരാണ്ട് പറയുന്നത് വെള്ളം വേണ്ട, കള്ള് മതി. വെള്ളം വേണമെന്ന് പറഞ്ഞത് ശരീരം, കള്ള് മതി എന്ന് പറഞ്ഞത് മനസ്സ്, കുടിക്കരുതെന്ന് പറയുന്നത് ആത്മാവ്. ഇത്രയും മനസ്സിലായെങ്കിൽ രാമേൻ പറഞ്ഞേ. ഒന്നുകൂടെ പറയാണ്, ദാഹിക്കുന്നു. വെള്ളമാണ് വേണ്ടത്. കഞ്ഞിവെള്ളം കൊടുത്താലും. അപ്പം കുടിക്കാൻ തുടങ്ങുമ്പോൾ കള്ളു മതി എന്ന് പറയുന്ന ആളാര്? മനസ്സ്. ഇപ്പോൾ അത് കുടിക്കരുതെന്ന് പറയുന്ന ആളുടെ പേര് ആമേൻ. ശരീരത്തിന് 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, സ്പർശനം, ത്വക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ എവിടെ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാം അറിയുന്നത്, സെൻസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മനസ്സിനും 5 ഇന്ദ്രിയങ്ങളുണ്ട്. മൈൻഡിനും 5 ഇന്ദ്രിയങ്ങളുണ്ട്. മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ 1 ചിന്ത. പറഞ്ഞേ, ചിന്തകൾ. അത് മുന്നോട്ടുള്ളതായ തോട്ട് പ്രോസസ്സാണ്. രണ്ടാമത്തേത് മെമ്മറി, അത് ഓർമ്മകളാണ്. ചിന്തയല്ല, ഓർമ്മകൾ. ചിന്തയുണ്ട്, ഓർമ്മയുണ്ട്. അടുത്തതാണ് വികാരം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ പേടി വരാം, പ്രണയം വരാം, എല്ലാം വരാം. വികാരം,
പിന്നെ ഏതാ? തീരുമാനങ്ങൾ, ഡിസിഷൻസ്. അത് മൈൻഡിൻ്റെ ഒരു ഓർഗനാണ്. ഏത്? തീരുമാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഭാവന, ഇമാജിനേഷൻ, പ്രിഡിക്ഷൻ ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ ഭൂതബാധ ഒരു മനുഷ്യൻ്റെ മേൽ വെളിപ്പെടുന്നത് ഈ ഭാഗത്താണ്. എവിടെ? മനസ്സിൽ. അതുകൊണ്ടാണ് ദുരാത്മാ വിളകുന്ന ഒരു വ്യക്തിയെ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്നു, ഷോക്ക് അടിപ്പിക്കുമ്പോൾ അവൻ നേരെയാകുന്നു. കേൾക്കുന്നുണ്ടോ പറയുന്നത്? അപ്പം നല്ല ഉഗ്രൻ ഡോസ് കൊടുക്കുമ്പോൾ ചിലതൊക്കെ എന്നാ ചെയ്യും? അങ്ങ് മയങ്ങിപ്പോവും. ചിലതൊക്കെ പിന്നെ കുറേ കാലത്തിന് അടങ്ങിയിരിക്കും. ഇരിക്കാനുള്ള കാരണം ഇതെവിടെയാണ് കിടക്കുന്നത്? മനസ്സിലാണ്. അപ്പോൾ മാനസിക നിയന്ത്രണങ്ങളുടെ മേലാണ് കയറുന്നത്. അപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ കയറി കിടക്കും ചില ദുരാത്മാക്കൾ. അപ്പോഴെന്ത് സംഭവിക്കും? ശരീരത്തിന് മേൽ കയറി കിടക്കുമ്പോൾ അത് കണ്ണിൻ്റെ മേലായിരിക്കുന്നെങ്കിൽ അവൻ അന്ധനായിരിക്കും. ചെവിയിലാ പിശാച് താമസിക്കുന്നെങ്കിൽ കേൾവിശക്തി കാണുകയില്ല. കൈയുടെ മേലാ ഇത് താമസിക്കുന്നെങ്കിൽ കൈക്ക് സ്വാധീനം ഉണ്ടാകുകയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശു ശാസിച്ചപ്പോൾ ഊമനും ചെകിടനുമായ ആത്മാവിൽ നിന്ന് വിളിച്ച് തന്നെ ശാസിച്ചു. അതായത് അവൻ്റെ ശാരീരിക അവസ്ഥ, അവന് കാണാൻ വയ്യാത്ത അവസ്ഥ, അവന് കേൾക്കാൻ വയ്യാത്ത അവസ്ഥ, അവൻ്റെ മേലുള്ളതായ സ്പിരിറ്റിൻ്റെ ബിഹേവിയറാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന ചില ക്രൈസിസുകൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന ഭൂതബാധകളാണ്. എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പാരമ്പര്യമായിട്ട് മാറാതെ കിടക്കുന്ന ഭവനത്തിൻ്റെ അവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെ എല്ലാം പുറകിൽ താവളമടിച്ച് താമസിക്കുന്ന ദുരാത്മ സ്വാധീനങ്ങളുണ്ട്. ആ സൈറ്റാനിക് കോളനിയെ പൊട്ടിച്ച് കളയണം. ആ കോട്ടയെ ഇടിച്ച് കളയുമ്പോഴാണ്, ആ മതിലിനെ പൊട്ടിക്കുമ്പോഴാണ് വാഗ്ദത്ത നാട്ടിലേക്ക് യോശുവയെ പോലെ നമ്മൾ കയറുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിനെ അറക്കണമെങ്കിൽ, അതിനെ പൊട്ടിക്കണമെങ്കിൽ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം, കൈ അടിക്കണം, കരമുയർത്തി സ്തുതിക്കണം, ചാടി ദൈവത്തെ മഹത്വീകരിക്കണം. ആരാധന അന്തരീക്ഷത്തിൽ ഉടൽ വേർക്കണം. ശബ്ദം ഒരു പരിധിക്കപ്പുറത്തേക്ക് അടുത്ത ഡെസിബിൾ ശ്രേണിയിലേക്ക് ഉയരണം. അതുകൊണ്ടാണ് ഉയരത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ മതിലുകൾ ഇടിഞ്ഞത്, സ്തുതിക്കുമ്പോൾ കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങൾ ഇളകുന്നത്. ദാറ്റ് മീൻസ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും ഗീവ് യുവർ വോൾ സ്ട്രെങ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശക്തി ദൈവത്തിനുള്ളത്. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് നിങ്ങളുടെ ശക്തി കൊടുപ്പീൻ. പ്രൈസ് ദ ലോർഡ്. അതായത് യാഗപീഠത്തിൽ അറക്കപ്പെടുന്ന കാള ദൈവത്തിന് കൊടുക്കുന്നത് തൻ്റെ രക്തവും തൻ്റെ മുഴുവൻ ശക്തിയുമാണ്. ആമേൻ. അപ്പോൾ ആ ശക്തി നിറഞ്ഞൊരു സ്തോത്രം ഒരു ദൈവപൈതൽ പറഞ്ഞാൽ അത് ശക്തിപൂർവ്വം അർപ്പിക്കുന്ന സ്തോത്രമാണെങ്കിൽ ആ സ്തോത്രത്തിൻ്റെ ശക്തിക്കനുസരിച്ച് തീരുമാനിക്കാം. ഇത് കുറുപ്രാവ് സ്തോത്രമാണോ, ഇത് ചെമ്മരിയാട് സ്തോത്രമാണോ, ഇത് കോലാട് സ്തോത്രമാണോ, ഇത് കാളക്കൂറ്റൻ്റെ സ്തോത്രമാണോ, അതോ ഇത് ഒന്നിനും കൊള്ളുവേലാത്ത സ്തോത്രമാണോ? ആമേൻ. ഒരു സ്തോത്രം പറഞ്ഞു നോക്കിക്കേ. സോണയ്ക്ക് നല്ല ബലമുള്ള നിലയിൽ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അതായത് ഇതൊരു വൈബ്രേഷനാണ്. അപ്പം ഇതിങ്ങനെ ഉടലിന്മേൽ കയറിയാൽ ഈ പറയപ്പെടുന്ന കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ പറയപ്പെടുന്ന നിലയിൽ ആത്മാവിൻ്റെ മനസ്സിൻ്റെ 5 ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു, ശരീരത്തിൻ്റെ 5 പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും മനസ്സിലായെങ്കിൽ ഇനി ആത്മാവിലേക്കൊന്ന് കയറാം. ആത്മാവിലേക്ക് കയറുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നത്. ഒന്നാമത്, ദൈവത്തെക്കുറിച്ചുള്ള ബോധം മനസ്സിനല്ല ആത്മാവിനാവുള്ളത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവമെന്ന ചിന്ത അത് നിങ്ങളുടെ ആത്മാവിലാണ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആത്മാവാണോ നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ, നിങ്ങളുടെ മനസ്സാണോ നിങ്ങളുടെ ശരീരമാണോ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ആ തോട്ടിൻ്റെ ഒറിജിൻ ദൈവികമായ ഒരു ചിന്തയിൽ നിന്നാണെങ്കിൽ അത് വന്നേക്കുന്നത് ആത്മാവിൽ നിന്നാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം. രണ്ടാമത്, നമ്മുടെ ആത്മാവിൻ്റെ 2ാം ഇന്ദ്രിയമാണ് നിത്യതയെക്കുറിച്ചുള്ള ചിന്ത. എന്നതാ നിത്യത. ഇവിടുത്തെ സർക്യൂട്ടും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. നിത്യതയിലേക്ക് കയറും. ഇവിടുത്തെ പരിപാടികളെല്ലാം അവസാനിക്കും. ഇവിടുത്തെ കല്യാണം തീരും. ഇവിടുത്തെ ബന്ധങ്ങൾ അവസാനിക്കും. ഇവിടുത്തെ വീട് പോകും.
എല്ലാവരും കൂടെ കൊണ്ടുപോയി എന്നാ പുതപ്പിച്ച് കൊണ്ടുപോയി അടക്കിയാലും ഈ സാധനം എഴുന്നേക്കുകയില്ല. എന്നാ എഴുന്നേക്കുകയില്ല? ഭൗതിക ശരീരത്തിന് ഉയർപ്പില്ല, ബൈബിൾ പറയുന്നു. ആമേൻ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. അങ്ങനാണെങ്കിൽ ഈ സാധനം അപ്പച്ചനെ നമ്മളിനി അപ്പച്ചനായിട്ട് കാണുകയില്ല. കൊണ്ടുപോയി അടക്കി ആ പല്ലില്ലാത്ത അമ്മച്ചിയെ നമ്മളിനി എന്ത് ചെയ്തില്ല, വെക്കുന്ന അമ്മച്ചിയായിട്ട് കാണുകയില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ സാധനം പൊങ്ങുകയില്ല. നിത്യത നീ ഉടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സാധനമാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിൽ നിങ്ങൾ തേജസ്കരിക്കപ്പെട്ടിരിക്കുകയാൽ നിങ്ങളുടെ മരണം നടക്കുന്ന ആ സെയിം ടൈമിൽ നിങ്ങൾ കർത്താവിനോട് കൂടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശരീരത്തിന് ഇവന് പ്രസക്തിയില്ല. ഹല്ലേലൂയ. ശരീരം ഉപേക്ഷിച്ച് ക്രിസ്തുവിനോടുകൂടെ ചേർന്നിരിക്കുവാൻ ഞാൻ വാഞ്ചിക്കുന്നു. ഇതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം, ദൈവത്തിൽ ലയിക്കാനുള്ള ദാഹം, ഇതാണ് നിത്യത. എന്നതാ? ദൈവത്തിൽ ലയിക്കുവാനുള്ള ദാഹം. നിങ്ങൾക്കിതുണ്ടോ? ഇവിടുത്തെ 5 സെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് കിടന്ന് കറങ്ങരുത്. ഇവിടുത്തെ 50 ലക്ഷത്തിൻ്റെ കണക്കിനകത്ത് കിടന്ന് കുടുങ്ങരുത്. ഇന്ന് മൂക്കി പഞ്ഞി വെച്ചാൽ ആ സാധനം തീർന്നു, പിന്നെ അതില്ല. ഇതിനപ്പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ കൈ പിടിക്കാൻ ആരുണ്ടെന്നുള്ള ചോദ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്നെ നടത്താൻ. അതെ, ദൈവാത്മാവ് നടത്തുന്നത് ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ള അനുഭവം ഇതിനപ്പുറം പ്രാപിക്കത്തക്ക വിധം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഒരുക്കി നിർത്തണം. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു ജീസസ്. ചേർന്ന കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഒന്ന്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത. അതാണ് ആത്മാവിൻ്റെ ഒന്നാം ഇന്ദ്രിയം. അല്ലാണ്ട് എന്നതാ? ദൈവം എന്ന ചിന്ത. അടുത്തിരിക്കുന്നവർ പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തയുണ്ടോ? ഇതാണ് ആത്മാവിൻ്റെ ഫസ്റ്റ് സെൻസിങ് ഓർഗൻ. എന്നതാണ്? ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത. ആമേൻ. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവമില്ലെന്ന് മൂഢൻ എൻ്റെ ഹൃദയത്തിൽ. എന്താ കാര്യം? അവരുടെ ആ സാധനം ഇന്നും ഡെഡാണ്. ഹോളി സ്പിരിറ്റ് വരുമ്പോഴാണ് ഇത് ലൈവ് ആകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ആത്മാവിൻ്റെ ഫസ്റ്റ് ഓർഗൻ. രണ്ടാമത്തേതോ? നിത്യത, ദൈവത്തിൽ ചേരണമെന്ന ദാഹം. ഒന്ന്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. രണ്ട്, ദൈവത്തിലായിത്തീരാൻ കൊതിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, ആരാധനയുടെ ദാഹം. അത് ആത്മാവിലുള്ളതാണ്. ഹല്ലേലൂയ. ആരാധന കൊതിയന്മാര് കേട്ടു, ആരാധന കൊതിച്ചുകൾ കേട്ടു. നിങ്ങളുടെ അകത്തുള്ള ഈ കൊതിയുടെ പുറകിൽ നിങ്ങളുടെ ആത്മാവ് ദൈവത്തെക്കുറിച്ച് സജീവമായി ഉണർന്നിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ കാരണം. ഒരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ കൈക്ക് ദൈവത്തെ ആരാധിക്കണമെന്നില്ല, നമ്മുടെ ഭാവനയ്ക്ക് ദൈവത്തെ സ്തുതിക്കണമെന്നില്ല, നമ്മുടെ നാക്കിന് ദൈവത്തെ ആരാധിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ല. അതിന് സിനിമ കാണാനാണ് താല്പര്യം. പറയുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബോഡിക്കോ നമ്മുടെ മൈൻഡിനോ ഇതിനൊന്നും ഒരു താല്പര്യവും ദൈവസംബന്ധമായിട്ടില്ല. എന്നാൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിനായി ജീവിക്കുവാൻ, കർത്താവിന് വേല ചെയ്യുവാൻ, ഈ ലോകത്തേക്കാൾ അപ്പുറത്ത് ദൈവപ്രസാദം നേടാൻ നിനക്കൊരു പ്രേരണയുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വർഷിപ്പ്. അത് നിന്റെ ആത്മാവിൻ്റെ വികാരമാണ്, ആത്മാവിൻ്റെ ഇന്ദ്രിയമാണ്. ചേർന്നൊരു ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നാലാമത്തെ ആത്മാവിൻ്റെ പാരാമീറ്ററാണ് മനസാക്ഷി. മനസാക്ഷി മനസ്സിൽ നിന്ന് വരുന്നതാണ് നമ്മൾ കരുതുന്നത്. അല്ല, മനസാക്ഷി എവിടെയുള്ളതാ? ആത്മാവിലുള്ളതാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ഒരു കൊച്ച് ആട്ടിൻകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് എഴുന്നേറ്റ് നമ്മളവനെ തുടപ്പിച്ച് അങ്ങോട്ട് നിർത്തി കഴിയുമ്പം അവൻ നേരെ പോകുന്നത് തൊഴുത്തിലോട്ടല്ല, അമ്മയുടെ മുലക്കാമ്പിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്. എന്തിനാ? അവൻ അമ്മിഞ്ഞ കുടിക്കണം. അതിനറിയാം ഇന്ന സ്ഥലത്താണ് ഇതുള്ളതെന്ന്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? കൃത്യമായിട്ട്. ഇതെങ്ങനെയാണ് ഈ ആട്ടിൻകുഞ്ഞിന് ഇതറിയാവുന്നേ? നമ്മൾ പറയും ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ രീതിയാണെന്ന്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവനെ ആരല്ല എന്തെല്ലാം പറഞ്ഞാലും പറഞ്ഞില്ലേലും തെറ്റ് ശരി ബോധം അവൻ്റെ ഉള്ളിലുണ്ട്. തെറ്റ് ശരി ബോധം ഉള്ളിലുണ്ട്. അത് ഏത് മാനസിക രോഗിക്കുമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ആത്മാവിൽ ആ ബോധമുണ്ട്. എന്നാ പറയാൻ കാരണം, എത്ര വയലൻ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരോടും ചില ആൾക്കാർ ചെന്നിട്ട് വന്നേ, അവർ വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര എതിർത്ത് നിൽക്കുന്ന ആളും വിധേയപ്പെടും. എന്താ കാരണം? അവരുടെ അകത്തൊരു കോൺഷ്യസ്നെസ് ഉണ്ട്. ഇതതിൻ്റെ കാരണം.
നമ്മുടെ അകത്ത് ശരി തെറ്റുകളെ വിശകലനം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളുടെ സ്പിരിറ്റിലാണ് കിടക്കുന്നത്. അത് നന്മകളെ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലമായി നിങ്ങളുടെ അകത്തുണ്ട്. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അത് മനസ്സാക്ഷിയായി നിങ്ങളുടെ മേൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചേർന്ന് രാമേൻ പറഞ്ഞേ. 4 കാര്യങ്ങൾ മനസ്സിലായി ആത്മാവിലെ. നമ്പർ 5, 5ാമത്തെ കാര്യം, ഞാൻ ആരാണെന്നുള്ള ചിന്ത. ഞാൻ ആരാണെന്നുള്ള ചിന്ത. എപ്പോഴും എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം കൊടുത്താലും ഒരു ശൂന്യത ഉള്ളിൽ നിറയുന്നു. ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ചെയ്യേണ്ടത് ഇതുവരെയും ചെയ്യുന്നില്ല. എൻ്റെ ലൈഫിൽ എന്തോ കംപ്ലീറ്റഡ് ആകാനുണ്ട്. ഞാൻ എന്തിലേക്കോ എത്തിപ്പെടാനുണ്ട്. ഈ ഒരു ബോധ്യം ചില മനുഷ്യരെ മാത്രം വേട്ടയാടും. എല്ലാവരെയുമല്ല, ചില മനുഷ്യരെ മാത്രം. ഈ ചില മനുഷ്യരെ മാത്രം വേട്ടയാടുമ്പോൾ തങ്ങൾക്കുള്ള സ്വത്തുവകകളിൽ നിന്ന് അവർ ചാരിറ്റി ചെയ്യാൻ തുടങ്ങും. അന്ന് അവർക്കൊരു ചെറിയ സമാധാനം ഉണ്ടാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ എല്ലാ സമ്പന്നത ഉള്ളപ്പോഴും ഈ വിധത്തിലുള്ളതായ കാരുണ്യ പ്രവൃത്തികളിൽ അധിഷ്ഠിതമായൊരു മൈൻഡ് സെറ്റ് ഉണ്ടായി വരുന്നതിൻ്റെ പുറകിൽ എന്നതാ ഉള്ളത്? ഈ ആത്മാവിൻ്റെ ദാഹം. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ചിന്ത, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഹോളി സ്പിരിറ്റ് അകത്ത് വരണം. ദൈവത്തിൻ്റെ ആത്മാവ് അകത്ത് വന്നാൽ ഈ വരുന്ന പരിശുദ്ധാത്മാവ് ഞാൻ ആരാണ് എന്ന് ചോദിക്കുന്ന നമ്മുടെ ആത്മാവിനോട് വ്യക്തമായി മറുപടി പറയും. വായിച്ചേ, റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് പെട്ടെന്നൊന്ന് വരണം. വിശുദ്ധ റോമാലേഖനം, മൈക്ക് ഓണാണോ? റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15 തൊട്ടുള്ള വചനം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് കൂടെ സാക്ഷ്യം പറയുന്നു. എന്ത് സാക്ഷ്യം? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യാത്മാവിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യു ആർ മൈ സൺ, യു ആർ മൈ ഡോട്ടർ, നീ എൻ്റെ കുഞ്ഞാണ്. ഈ വാക്ക് ആരോട് പറയുന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനുഷ്യാത്മാവിനോട് പറയുന്നു. അപ്പോഴും ഈ മനുഷ്യാത്മാവിന് നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്നൊരു ദാഹമുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലുള്ള, ശ്രദ്ധിച്ച് കേട്ടണം, നമ്മുടെ ഉള്ളിലുള്ള ആത്മപൂർണതയുടെ സന്തോഷം പൂർണ്ണമായിട്ട് കിട്ടത്തക്ക വിധം, മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അതായത് എന്തോ ഒന്ന് അടക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത്. ഈ അടക്കി വെച്ചേക്കുന്നതിനെ അണക്കെട്ട് പൊട്ടിച്ചു വിടുന്നത് പോലെ തുറന്നു വന്ന് ആ പൊട്ടിപ്പുറപ്പെടലിൻ്റെ വ്യാപ്തിക്കൊത്ത വിധം ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ എന്താഗ്രഹിക്കുന്നു. പക്ഷെ ആത്മാവിന് അതെന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. ആ സമയത്ത് ഈ ആത്മാവ് എന്നാ ചെയ്യും? ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഞരങ്ങും. ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഞരങ്ങും. 26-ാം വാക്യം, 8-26. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഈ വചനത്തിലേക്ക് കണ്ണു തുറന്നു നോക്കിക്കേ. നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് തുണ നൽകുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും നമുക്കറിയത്തില്ല. അടുത്തിരിക്കുന്നു പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ആത്മാർത്ഥമായിട്ട് പറയുന്നേ, ഇത് പറഞ്ഞത് ഞാനല്ല, പൗലോസ്ലീഹായ. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വീരൻ പറഞ്ഞ കാര്യമാണ്. എനിക്ക് എന്തറിയില്ല. ഇനിയും 1-2 കാര്യങ്ങൾ പറയാം. എന്താണ് ഈ അറിവുകേട്? ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് പ്രാർത്ഥിക്കാൻ അറിയില്ല എന്ന് പറയുന്ന അറിവുകേട്?
ഇപ്പോൾ ഒരു വിഷയം തന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമ്മളിവിടെ കിടന്ന് പൊട്ടിക്കും. പക്ഷേ ഒരു വിഷയത്തിന് പരിഹാരം വരണമെങ്കിൽ ആ പരിഹാരം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതതിൻ്റെ കാര്യം. ആ കാര്യം യേശുവിന് മാത്രമേ അറിയത്തുള്ളൂ. 4 ദിവസം മുൻപ് ദ്രവിച്ചു പോയ മനുഷ്യൻ്റെ ശരീരം ഈ സെക്കൻഡിൽ ജീവനുള്ള വ്യക്തിയായി തൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അവനെ തിരിച്ച് ശരീരത്തിലേക്ക്, മരിച്ച ലാസറിനെ താൻ മരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ, അതായത് ലാസർ എഴുന്നേറ്റ് വന്നാൽ പഴയ ലാസർ രോഗിയായിട്ടാണ് വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം ഈ പറയുന്ന കാര്യം. അടുത്തിരിക്കുന്നൊരു തട്ടിയിട്ട് പറഞ്ഞ് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാൻ പറഞ്ഞേ, ഇതൊക്കെ മനസ്സിലാവുമോ? ടിനു വന്നിട്ടിനു. പഴയ ലാസർ രോഗിയായിട്ടാണ് നിൽക്കുന്നത്. 4 ദിവസം പുള്ളി രോഗിയായി കിടന്നു എന്ന് ആർക്കറിവ് കിട്ടി? യേശുവിന് അറിവ് കിട്ടി. നമുക്ക് പ്രിയനായ ലാസർ എന്തായി കിടക്കുന്നു? ദീനം ബാധിച്ച് കിടക്കുന്നു. ദീനബാധിതനായിട്ട് പുള്ളി മരിച്ചു. പഴയ ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഈ ലാസർ കല്ലറയുടെ മുമ്പിൽ എങ്ങനെ വന്ന് നിൽക്കും? എന്നാൽ യേശു വിളിച്ച് പുറത്തു കൊണ്ടുവന്ന ലാസർ രോഗിയായിട്ടല്ല വന്നേ. അതായത് അവൻ്റെ ശരീരം കർത്താവ് സൃഷ്ടിച്ചപ്പോൾ ആ ശരീരത്തിൻ്റെ രോഗം കൂടെ മാറ്റിയിട്ടാണ് കർത്താവ് അതിനെ പൂർണ്ണവനായ മനുഷ്യനായി കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പം ഈ ലാസറിനെ ഈ കല്ലറയ്ക്കകത്തു നിന്നും വെളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തണമെങ്കിൽ ആത്മതലത്തിൽ ദൈവത്തിലേക്ക് ഏതു പ്രാർത്ഥന ഏത് രൂപത്തിൽ കയറ്റി വിടണമെന്നുള്ള കാര്യം യേശുവിനെ അറിയത്തുള്ളൂ. ആ രഹസ്യം നമുക്ക് വെളിപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ആ കീ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ചത്തവന്മാരെ എല്ലാം പൊക്കി നമ്മളിവിടെ കിടന്ന് ആറമാദിച്ചേനെ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇച്ചിരി കിട്ടിയിരിക്കുമ്പോഴേ അടങ്ങിയിരിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കിട്ടിയാലോ? പറയണോ കാട്ടിക്കൂട്ടാൻ പോകുന്ന കാര്യങ്ങൾ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പണ്ടൊരാൾ കയ്യെ പിടിച്ച് എഴുന്നേക്കുന്നത് ലാസ്റ്റ് കൈ ഊരിപ്പോന്നെന്നാണ് പറഞ്ഞത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയത്തില്ല. നമുക്കറിയാവുന്ന പരിമിതമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം ഒന്ന് ലെവലാക്കുക, അത്യാവശ്യം ഭൂതബാധകളൊക്കെ എന്ത് ചെയ്യുക? പുറത്താക്കുക, രോഗശാന്തിയൊക്കെ അത്യാവശ്യം ഒന്ന് നടത്തുക, കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് പറയുക, അത്യാവശ്യം അനുഗ്രഹമൊക്കെ പ്രാർത്ഥിച്ചൊന്ന് തുറന്നു കൊടുക്കുക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ തളർന്നിരിക്കുന്നതിന് ഇച്ചിരി വചനമൊക്കെ പറഞ്ഞൊന്ന് ബലപ്പെടുത്തുക. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നേ? അടിയന് ഇത്രയൊക്കെ ഉള്ളൂ. ഉള്ള കാര്യം തുറന്ന് സമ്മതിക്കാം. ഞാൻ ദൂതനല്ല, വേറൊരു ഒരു മനുഷ്യനാ. കൃപയാൽ ഇത്രയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇതിനപ്പുറം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവിടുന്ന് കനിയണം. ഇതിനപ്പുറം വല്ലതും കിട്ടണമെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യണം? കനിയണം. അതുകൊണ്ട് നടക്കുന്ന എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ കയ്യടി മേടിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല, തയ്യാറാകത്തുമില്ല. ഭയമാണ്. ഉള്ള കാര്യമോ തുറന്ന് പറയുന്നേ? അപ്പം ഈ ദിവ്യ രഹസ്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ഇതൊക്കെ ആർക്കേ അറിയൂ? നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമേ അറിയൂ. അപ്പോൾ വേണ്ടും വണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണം? ഒരു കുരുക്കിലകപ്പെട്ടു, എൻ്റെ ദൈവമേ എങ്ങനെ ഇത് പ്രാർത്ഥിച്ചഴിക്കണം? ആ അറിവുകേടാ പലരെയും ഈ കൂട്ടായ്മയിൽ എത്തിച്ച്. അറിയാവുന്ന പാസ്റ്ററെ കൊണ്ട് എന്ത് ചെയ്യാം? ഒന്ന് പ്രാർത്ഥിപ്പിച്ച് നോക്കാം. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാവോ? പാസ്റ്ററെ എൻ്റെ വിഷയം ഒന്ന് പറയാൻ. ഇതല്ലേ ഇവിടെ വന്നേ? അപ്പോൾ പാസ്റ്റർക്ക് അറിയാവുന്ന രീതിയിലേക്ക് എന്നെ ചെയ്യും? ഒന്ന് പ്രാർത്ഥിക്കും. എന്തിനു വേണ്ടി? നീതു ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാകാൻ. ഇത് കഴിയുമ്പോഴോ പാസ്റ്റർ വീട്ടിലും പോകും. കാര്യം നടന്നത് നമ്മളും എന്ത് ചെയ്യും? വീട്ടിൽ പോകും. അടുത്ത വിഷയം വരുമ്പോഴോ നമ്മൾ പിന്നെയും പാസ്റ്ററുടെയൊക്കെ വരും. പക്ഷെ പാസ്റ്ററുടെയൊക്കെ വരിക എന്നുള്ളതാണോ യേശു ആഗ്രഹിക്കുന്നത്? പിന്നെ എന്നതാ?
അല്ല, നമ്മൾ ആ പ്രത്യേക സാഹചര്യത്തെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ കേൾക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. മോനെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹോളി സ്പിരിറ്റിനെ നമ്മൾ വ്യക്തമായി ശ്രദ്ധിച്ച് നമ്മുടെ ആ ക്രൈസിസിൻ്റെ അകത്ത് നിന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൈ പിടിച്ച് വെളിയിൽ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ നമ്മളായി മാറണമെങ്കിൽ നമ്മൾ ഈ ശരീരത്തെ ശ്രദ്ധിക്കുന്ന പോലെ പല്ല് തേക്കുക, ടോയ്ലറ്റിൽ പോവുക, 2 നേരം കുളിക്കുക, 3-4 നേരം ആഹാരം കൊടുക്കുക, 5-6 കട്ടൻ കാപ്പി കുടിക്കുക, നല്ല ഡ്രസ്സ് ഇടുക, ഷേവ് ചെയ്യുക, തലമുടി വെട്ടിക്കുക, മേക്കപ്പ് ചെയ്യുക എന്ന് പറയുന്ന പോലെ, കേൾക്കുന്നുണ്ടോ? ശരീരത്തെ അത്രയൊക്കെ ചെയ്യുന്ന പോലെ ഇനി നേരെ അകത്തോട്ട് കയറിയാൽ രണ്ടാമത്തെ ഭാഗമായ മനസ്സ്, അതിനുവേണ്ടി റീല് കാണുക, ഫേസ്ബുക്കിൽ പോവുക, ഇൻസ്റ്റയിൽ കയറുക, ചാറ്റ് ചെയ്യുക, ഫിലിം കാണുക, പാട്ട് കേൾക്കുക, ബുക്ക് വായിക്കുക, ടേസ്റ്റി ഫുഡ് കഴിച്ച് നാക്കിനെ സന്തോഷിപ്പിക്കുക, മാനസികമായ സാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടാക്കുക, കൂട്ടുകാരുടെ കൂടെ കൂടി ഫലിതം പറഞ്ഞ് രസിക്കുക. ഇതൊക്കെ ചെയ്ത് നമ്മുടെ രണ്ടാം ഭാവത്തെ നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന പോലെ നമ്മുടെ ആത്മാവിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലേ നമുക്ക് പരിശുദ്ധാത്മാവിൽ വളരാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആത്മാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു ചിന്ത വരുന്നത്, കർത്താവേ എനിക്കൊന്നും അറിയില്ല. എന്നതാ? കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എങ്ങനെ കേൾക്കാൻ അറിയത്തില്ല, എങ്ങനെ മുന്നോട്ട് പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല, ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല, ഞാൻ എന്നാ ചെയ്യും? ഇങ്ങനൊരു ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്ന് പറ. ഉണ്ടോ? സമ്മതിക്കുണ്ടെങ്കിൽ. സമ്മതിച്ചിരിക്കുന്നു. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രർ ആയവർ, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളത്. ദാറ്റ് മീൻസ് ആത്മാവിനെ ഒരുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ അവൻ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാവും. ആത്മാവിനെ പരിശോധിക്കാൻ തുടങ്ങിയാൽ ആത്മാവിൻ്റെ അവസ്ഥ എന്തു ചെയ്യും? മനസ്സിലാവും. കർത്താവേ, ഞാൻ ഒന്നും ആയിട്ടില്ല, കർത്താവേ എനിക്കൊന്നും അറിയത്തില്ല, കർത്താവേ എന്നെ പഠിപ്പിക്കണമേ, കർത്താവേ എന്നെ നയിക്കണമേ, കർത്താവേ എന്നെ സഹായിക്കണേ. ഈ വിധത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്ന രീതിയിൽ, അതായത് യേശു ഇവിടെ എടുത്തു പറഞ്ഞ വാക്ക് പിച്ചക്കാരൻ എന്നുള്ള വാക്കാണ്. പിച്ചക്കാരൻ എന്നുള്ള വാക്കല്ല, ദരിദ്രൻ എന്നുള്ള വാക്കാണ്. ഈ ദരിദ്രൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആരെയാണ്? ഭിക്ഷാടകരെ. എന്താ അവരുടെ പ്രത്യേകത? അമ്മ വല്ലതും തരണേ, താഴായ്മയോടെ യാചിക്കും, കൈ നീട്ടും. അവിടെ നാണമുണ്ടോ? അഭിമാനമുണ്ടോ? ഏത് കാര്യത്തിനും കൈ നീട്ടും. ഏത് കാര്യത്തിനും ദൈവത്തിലേക്ക് കൈ നീട്ടുന്നവനാണ് ആത്മാവിൽ ദരിദ്രൻ. എനിക്കെന്തെങ്കിലും ആകണമെങ്കിൽ ദൈവം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കുന്നവനാണ് ആത്മാവിൽ ദരിദ്രൻ. യേശു പറയുന്നു, സ്വർഗരാജ്യം ഞാൻ അവനാണ് കൊടുക്കുന്നത്, അവൻ ഇപ്പോൾ തന്നെ എൻ്റെ രാജ്യത്തിലായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളെന്തോ ആയി എന്ന് ചിന്തിക്കാതെ, നമ്മളൊന്നും ആയിട്ടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മൽപിടുത്തം യാബോക്കിൻ്റെ കടവിൽ യാക്കോബും ദൈവദൂതനും തമ്മിലുണ്ടായി. ആ ഉണ്ടായ സമയത്ത് ദൈവം അവൻ്റെ കാലിൻ്റെ തുടയുടെ ഒരു ഞരമ്പിനെ തൊട്ടു, കാലുളുക്കിപ്പോയി. ദൈവം എപ്പോഴാണ് നമ്മുടെ മേൽ ജയിക്കുന്നത്? നാം തോക്കുമ്പോഴാണ്. നാം മനഃപൂർവ്വമായിട്ട് തോറ്റു കൊടുക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ മേൽ ജയമെടുക്കുന്നത്. ഒരാമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, നാം മനഃപൂർവ്വം തോക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ മേൽ ജയമെടുക്കുന്നത്. ആ 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ദൈവാലോചനയിലൂടെ യേശു നമ്മളോട് പറയുന്നത്, നിൻ്റെ ആത്മാവിനെക്കുറിച്ച് നീ നല്ല ബോധം ഉള്ളവനായിരിക്കുക.
നിന്റെ ജീവിതത്തിൽ ദൈവസംബന്ധമായ ഏത് കാര്യവും ചെയ്യാൻ നീ കർത്താവിനെ ആശ്രയിക്കുന്നൊരു വ്യക്തിയായി തീരുക. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ കാര്യം പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നതിനാൽ ഞാനും പ്രവർത്തിക്കുന്നു. യേശു ആ വാക്ക് പറഞ്ഞു, എന്നതാ? എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നതിനാൽ ഞാനും പ്രവർത്തിക്കുന്നു. ഒന്ന് നോക്കുക, യേശു പറഞ്ഞത് ഞാൻ മിടുക്കനാണെന്നല്ല. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. എൻ്റെ പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. ഈ കാര്യമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. അതായത് യേശു തൻ്റെ ശരീരത്തെക്കാൾ ഉപരി, യേശു തൻ്റെ മനസ്സിനേക്കാൾ ഉപരി, യേശു തൻ്റെ ആത്മാവിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ചിന്തിച്ചു. ഇന്ന് പകൽ ഈ കൂട്ടായ്മയുടെ നടുവിൽ നമ്മൾ ആത്മാവിനെ ഒന്ന് സജീവമാക്കി ഉണർത്താൻ പോകുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ എഴുന്നേറ്റാട്ടെ. ഓ ജീസസ്. കണ്ണടയ്ക്കണമെന്നില്ല, കണ്ണ് തുറന്ന് നിന്നാൽ മതി. വളരെ കൂളായിട്ട് കൈയൊക്കെ അയച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിന്നേ. നിങ്ങളുടെ മനസ്സിപ്പോൾ നിങ്ങളോട് പലതും പറയും, അതൊന്നും കേൾക്കാൻ പോകണ്ട. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ചെയ്യേണ്ട ഏക കാര്യം, നിങ്ങളുടെ ശരീരത്തെ മറന്ന് നിങ്ങളുടെ മനസ്സിനകത്തെ എല്ലാവിധ ചിന്തകളെയും മറികടന്ന് നിങ്ങളുടെ ആത്മാവിനെ മാത്രം അല്പനേരം ശ്രദ്ധിക്കുക. അതിനെന്ത് ചെയ്യണം? വായ്ക്കകത്ത് കിടക്കുന്ന നാക്ക് ചലിക്കാതിരിക്കണം. എന്ത് ചെയ്യണം? നാവ് ചലിക്കരുത്. നാവിനെ അടക്കി വെച്ചേ. ഞാൻ ഉരിയിടാതെ മൗനമായിരുന്നു. ഉരിയിടാതെ മൗനമായിരുന്നു. നന്മയെ ഗണ്യമാക്കാതെ തന്നെ മൗനമായിരുന്നു. എൻ്റെ ഉള്ളിൽ എൻ്റെ സങ്കടം പൊങ്ങി വന്നു. എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ആരും ഈ വചനങ്ങളൊന്നും പറയണ്ട, മിണ്ടാതെ നിന്നാൽ മതി. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അകത്തൊരു സ്പാർക്ക് ഉണ്ടായാൽ മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ചാടി പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഓടുന്നതിന് മുൻപ് ബൈബിൾ നമ്മളോട് പറയുന്നു, മിണ്ടാതെ ഇരിക്കുക. ഞാൻ ദൈവമെന്ന് നീ അറിയുക. കണ്ണ് തുറന്നു തന്നെ നിന്നേ. കണ്ണടച്ചാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെയുള്ള രീതി ഒന്ന് കളഞ്ഞേ. വളരെ കൂളായിട്ട് തന്നെ നിന്നേ. നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തോടുള്ള സ്നേഹം അമിതമായിട്ട് കയറട്ടെ. ഒരു മെഴുകുതിരി എത്ര ശാന്തമായിട്ടാണ് കത്തുന്നത്. അതിൻ്റെ പ്രകാശമല്ലേ പുറത്തേക്ക് വരുന്നത്. തേനിന് ഇത്രമാത്രം മധുരമുണ്ടെന്ന് തേൻ ആരോടും വിളിച്ചു പറയുന്നില്ല. പക്ഷേ അത് നാവിലോട്ട് രുചിക്കുമ്പോൾ അതിന് മണം കിട്ടുമ്പോൾ നമുക്കറിയാം ഇത് നല്ല മധുരമുള്ള തേനാണ്. ഈ നിലയിൽ ശരിക്കുമൊന്ന് മൈൻഡൊന്ന് ദൈവസന്നിധിയിൽ തുറന്നു കൊടുത്ത് നിങ്ങളുടെ ആത്മാവിൻ്റെ റിയൽ ടേസ്റ്റ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തേ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഐ ലവ് യു ഹോളി സ്പിരിറ്റ് എന്നൊന്ന് പറഞ്ഞേ. ഐ ലവ് യു ഹോളി സ്പിരിറ്റ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ശരീരം പലപ്പോഴും പലതും ചെയ്യാൻ കിടന്ന് ചാടും. അടക്കി നിർത്തുക. വേണ്ട, അവിടെ നില്ലൂ. ഇപ്പോൾ ഓടാതെ അവിടെ നിൽക്കൂ. ഇപ്പോൾ ചാടാതെ അവിടെ നിൽക്കൂ. ഇപ്പോൾ മിണ്ടാതെ അവിടെ നിൽക്കൂ. സംയമനം പാലിക്കൂ. കർത്താവ് ഇടപെടട്ടെ. കർത്താവ് ഇടപെടട്ടെ. കർത്താവ് ഇടപെടട്ടെ. മനസ്സിൻ്റെ അകത്ത് ഉയർന്നു വരുന്ന 100,000 സങ്കടങ്ങളുണ്ട്. ഈ സങ്കടങ്ങളെല്ലാം ആത്മാവിൻ്റെ നിയന്ത്രണാധികാരം കൊണ്ട് ശാന്തമാക്കണം. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് യേശു പറഞ്ഞ പോലെ നിങ്ങളുടെ ആത്മാവിൽ നിന്നൊരു കൽപ്പന നിങ്ങളുടെ മൈൻഡിലേക്ക് ഇടുക. എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര പേർക്ക് എൻ്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം നമ്മളെല്ലാം ബഹളങ്ങളുടെ പുറകെയാണ് ഓടുന്നത്. ഇപ്പോൾ ഇവിടെ കിടന്ന് കൈയടിച്ച് മറിക്കാൻ പറഞ്ഞാൽ ഇവിടെ കിടന്ന് മറിക്കും. ഇതൊന്നും അല്ല
റിയലി വേണ്ടത്. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ദേവാലയത്തിൽ. അവിടെയാണ് ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി നിൽക്കുന്നത്. അവിടെ കംപ്ലീറ്റ് സൈലൻസ് ആണ്. സൈലൻ്റ് ആകുക. വിട്ടേര്, നോക്കാതെ ഇപ്പോൾ അതിനെ അവിടെ കിടന്നോട്ടെ. ഗ്ലോറി എന്ന വാക്കിന് വെയിറ്റ് എന്നാണ് അർത്ഥം, ഭാരം. അത് മനുഷ്യരുടെ മേൽ വരുമ്പോൾ അവർ വീഴും. നിങ്ങളുടെ ആത്മാവിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ എവ്രിഡേ ലൈഫിൽ നിങ്ങൾ കുറച്ചു നേരം ദൈവസന്നിധിയിൽ ഇതുപോലെ നിന്നാൽ ഒരു 10-12 ദിവസം കഴിയുന്നതോടുകൂടെ നിങ്ങൾ പുതിയ മനുഷ്യരായിട്ട് തന്നെ മാറും. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം, പരിശുദ്ധാത്മാവിനോടുകൂടെ പരിവപ്പെടുന്നതിലാണ് കാര്യം. ഹല്ലേലൂയ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എന്നോട് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയണം. യേശു രാത്രി മൊത്തം പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. രാത്രി മുഴുവൻ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. നേരം വെളുക്കുന്നവരെ പ്രാർത്ഥനയാണ്. എൻ്റെ ചോദ്യം, യേശു ആഹാരം തരണമെന്ന് പ്രാർത്ഥിച്ചു കാണുമോ? നല്ല ഒരു ജോഡി ഡ്രസ്സ് തരണേ എന്നുള്ള പ്രാർത്ഥന പറഞ്ഞേ. എനിക്ക് ഇച്ചിരിയുടെ ക്യാഷ് തരണേ എന്നൊരു പ്രാർത്ഥന പിതാവിൻ്റെ ഇടയ്ക്ക് കാണുമോ? ഇല്ല, ഒന്നും കാണുകയില്ല. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതൊന്നുമല്ല പ്രാർത്ഥന. യേശു പുറമെയുള്ളൊരു ജീവിതത്തിന് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. ആ പുറമെയുള്ള ലൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ രക്ഷപ്പെടുകയില്ല. കടം മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ കടം കൂടുകയല്ലാതെ കുറയുകയില്ല. ക്ലിയർ ആയിട്ടുള്ള കാര്യം പറയുന്നത്. ഇതൊക്കെ റെവലേഷൻസാ. മോൻ അവിടെ നിന്നേ, ആരും ഇനിയിപ്പോൾ ഇറങ്ങിപ്പോകല്ലേ, അവിടെ നീക്കേ. അത് തരണേ ഇത് തരണേ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ അതിനൊരു ബിഗിന്നിങ് സ്റ്റൈലുകളാണ്, ഒന്നുമല്ല സംഭവങ്ങൾ. ഇപ്പം യേശു ഈ പുറമേ ഉള്ള ഒന്നിനു വേണ്ടി അല്ല പ്രാർത്ഥിച്ചതെങ്കിൽ യേശു പിതാവിനോട് എന്തായിരിക്കും പറഞ്ഞത്? അവിടെയാണ് കാര്യം. ലിജുവിന് മനസ്സിലാവുന്നുണ്ടോ? ലിജോയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അവിടെ പിതാവിനോട് യേശു നടത്തിയത് ഒരു മധുര സംഭാഷണമായിരുന്നു. എന്നതാ? ഒരു വളരെ ഹൃദ്യമായ സ്നേഹ സംഭാഷണം. ആ സംഭാഷണത്തിൽ യേശു തൃപ്തനായിരുന്നു. ഈ സംഭാഷണവും സ്നേഹ സംഭാഷണം കഴിഞ്ഞ് യേശു താഴോട്ടിറങ്ങി വന്ന് അപ്പത്തിൻ്റെ മേൽ കൈവച്ചാൽ അതങ്ങ് വർദ്ധിക്കുക. അതായത് യേശുവിന് അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നില്ല. ടീച്ചറെ ക്ലിയർ? കുഷ്ഠരോഗിക്ക് വേണ്ടി യേശു ചെന്ന് അധികം ബുദ്ധിമുട്ടേണ്ടതായിട്ട് യേശു ബ്രദർ അവിടെ നിന്നോ, അവിടെ നിൽക്കേ. യേശുവിന് കുഷ്ഠരോഗത്തിൻ്റെ കാര്യത്തിനു വേണ്ടി ഒന്നും എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നില്ല, ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നില്ല. എന്താ നടന്നേ? യേശു പോലും അറിയാതെ യേശുവിനെ തൊട്ടൊരു സൗഖ്യമായി. അതായത് നമ്മൾ ആഞ്ഞ് പിടിച്ച് തൈരാട്ടി വെണ്ണ എടുക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ശുശ്രൂഷയുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും പുറത്തോട്ട് വരുന്നൊരു മിനിസ്ട്രിയുണ്ട്. ആ ശക്തിയാണ് 12 വർഷത്തിൻ്റെ കെട്ടുപൊട്ടിച്ചത്. ദൈവമക്കളെ, ഈ തലത്തിലേക്ക് നാം എത്തുന്നത്
നമ്മുടെ അകത്ത് നമ്മുടെ ആത്മാവിൻ്റെ ആനന്ദത്തെ ഉണർത്തി പിതാവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ലയിക്കുമ്പോഴാണ്. ക്ലിയറായോ? ഇനി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ദൈവപിതാവിനോടുള്ള തീവ്രമായ സ്നേഹത്തിൽ കൊടുത്തേ അങ്ങോട്ട്. നിങ്ങളെ തുറന്നേ. സ്തോത്രമസ്തുതി ഒന്നും പറയണ്ട. നമ്മുടെ നാക്കനങ്ങരുത് ഈ സമയത്ത്. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ മറച്ചു വെക്കുന്നൊരു ഇഷ്ടം നിങ്ങളുടെ വികാരത്തിലൂടെ, നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ എത്രത്തോളം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവോ അത്രമാത്രം തീവ്രതയോടുകൂടെ ആ ഭയങ്കരമായ ഇൻറ്റിമസി ദൈവത്തിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തേ. അത് സ്വീകരിക്കാൻ സ്വർഗ്ഗം ഇവിടെയുണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത്, ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ശ്വാസമുട്ടലുകൾ സൗഖ്യമാവും. നെഞ്ചിനകത്തുള്ള പെയിനുകൾ മാറും. നമുക്ക് പലരോടും ക്ഷമിക്കണമെന്ന് തോന്നും. പലരും നമ്മളോട് കാട്ടിക്കൂട്ടിയതൊക്കെ ഒന്നുമല്ലെന്ന് നമുക്ക് തോന്നും. യെസ്, നിങ്ങളിന്ന് സ്നേഹത്തിൻ്റെ ഒരു കടലാകട്ടെ, ക്ഷമയുടെ ഒരു സാഗരമാകട്ടെ, അനുകമ്പയുടെ ഒരു നദിയാകട്ടെ. നിങ്ങളുടെ അരികിൽ നിൽക്കുന്നവർക്കൊക്കെ നിങ്ങളൊരു സുഖം കൊടുക്കുന്ന ഒരാളായി മാറട്ടെ. കരയണമെന്നുള്ളവർക്ക് കരയാം, പൊട്ടിക്കരയണമെന്നുള്ളവർക്ക് പൊട്ടിക്കരയാം. ദൈവസ്നേഹത്തിൽ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ശരീരമോ നിങ്ങളുടെ മനസ്സോ കൊണ്ട് ഇത്രയും കാലം ചെയ്ത ആത്മീയ സ്ട്രാറ്റജികളെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ തുടക്കം കർത്താവിൽ തുടങ്ങാനുള്ള ദിവസമാണിത്. നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി, ഇതിനപ്പുറത്ത് നമ്മുടെ സ്പിരിറ്റ് നമ്മുടെ മേൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ദിവസം. ഹോ ജീസസ്, നിങ്ങളുടെ മെൻ്റൽ സ്ട്രെസ്സുകൾ മാറിപ്പോട്ടെ. കരഞ്ഞ് തീർക്കേണ്ടത് കരഞ്ഞ് തന്നെ തീർക്കണം. യേശു നമ്മളെ കൊണ്ടുപോകുന്നത് സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്കാണ്. അവിടെ അവൻ നമ്മുടെ പ്രാണനെ തണുപ്പിക്കും. ഇതൊന്നും പ്രസംഗിക്കാനുള്ള വാക്യങ്ങളല്ല ദൈവമക്കളെ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സ്പിരിച്വൽ കീകളാണ്. ഇതൊക്കെ ഓരോ ഡിവൈൻ പോർട്ടലുകളും ഡിവൈൻ സോണുകളുമാണ്. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറയട്ടെ. വ്യക്തമായി നിങ്ങളുടെ ആത്മാവിൽ ദൈവിക സ്വസ്ഥത പ്രവേശിക്കട്ടെ. ഇനി നിങ്ങളെടുക്കുന്നൊരു തീരുമാനം തെറ്റിപ്പോയില്ല. ഇനി നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് തെറ്റിപ്പോകില്ല. ദൈവവുമായി നിങ്ങൾക്ക് അതുമാത്രം ഒരു ബന്ധം. അനാഥമായി പോയെന്നുള്ള തോന്നലുകളെല്ലാം മാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് വന്നൊരു കൊച്ചു കുഞ്ഞിനെ എടുക്കുന്ന പോലെ നമ്മുടെ ആത്മാവിനെ ഏറ്റെടുത്ത് തൻ്റെ നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചിട്ട് അതിനെ തലോടുന്നൊരനുഭവമുണ്ട് ദൈവസന്നിധിയിൽ. ആ അനുഭവമാണ് ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് തരുന്നത്. താങ്ക് യു ജീസസ്. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ മണവാള, എൻ്റെ പ്രാണൻ്റെ യഥാർത്ഥ കൂട്ടുകാര, ഏറ്റവും ആനന്ദം തരുന്നവനായ പരിശുദ്ധാത്മാവേ, എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനെ, എന്നിലേക്ക് അങ്ങേ ഞാൻ കൂടുതൽ തുറന്നനുവദിക്കുന്നു. എൻ്റെ ഉള്ളിൽ വാഴുന്ന ദൈവസ്നേഹമേ,
ഞാൻ ഒന്നിനു വേണ്ടിയുമല്ല പ്രാർത്ഥിക്കുന്നത്, ഞാൻ അങ്ങേക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ യേശുവിനായി ദാഹിക്കുന്നു. ദൈവമേ, നീ എൻ്റെ ദൈവം. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ ദൈവികമായ സമാധാനത്തെ ഫിക്സ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഈ ഒരു കഴിയാവോ, നിങ്ങളുടെ മനസ്സിനകത്തെ ഒരു പോക്കറ്റിൻ്റെ നേർ പകുതി വലിപ്പത്തിലുള്ള ഒരു വാതിൽ തുറന്നിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ ശക്തമായ പ്രകാശം വെളിയിലൂടെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദൈവമക്കളെ, നിങ്ങളൊക്കെ ഒരു പുതിയ ജീവൻ്റെ രൂപാന്തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ജീസസ്. ഒന്ന് രണ്ട് പേരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തുവാ കർത്താവിൽ അനുഭവിക്കാൻ കഴിഞ്ഞതെന്ന് ഒന്ന് കൈ പൊക്കാവോ? ഞാൻ നിങ്ങളുടെ അടുക്ക വരാം. പറഞ്ഞു ചേച്ചി. ആമേൻ. വേറെ ആരെങ്കിലും എന്നായിരുന്നു ചേച്ചി? സ്തോത്രം. ചേട്ടൻ എന്നാ അനുഭവം ഏട്ടാ ഉണ്ടായി? അങ്ങേക്കെന്ത് തണുപ്പ് അനുഭവപ്പെടാൻ കഴിഞ്ഞത്? ജോസഫ് ചായ, അങ്ങേര് എന്നാ മാറ്റം ഉണ്ടായി? ആമേൻ. ജിജായ പറഞ്ഞേ. നെഞ്ചിനത് ഭയങ്കര വിഷമമായിരുന്നു. എന്താ സാധനം ഇങ്ങനെ ഇരിക്കുന്ന പോലെ. ഇപ്പം ബ്രദർ ധ്യാനിക്കാൻ പറഞ്ഞ സമയത്ത്, സ്വർഗത്തിലെ അപ്പച്ചനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ആ പ്രയാസം എൻ്റെ നിന്ന് മാറിപ്പോയി മനസ്സിൽ നിന്ന്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ എടുക്കുന്ന വെയിറ്റില്ല, ഭാരമില്ലാത്ത പോലെ അവസ്ഥ പോലെ, അതുപോലെ അപ്പൻ്റെ കരങ്ങളിലിരിക്കുന്ന പോലെ ഫീൽ. ഈ നൈർമല്യമുള്ള മനസ്സോടുകൂടെ ഒരാളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏറ്റവും ശക്തമായ ആഗ്രഹം ദൈവത്തോട് പറയുക. ഈ ഫ്രെയിമിൽ കർത്താവിനോട് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങളുടെ കൈ കിട്ടും. വെറും ഗോതമ്പല്ല, മേത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒരുങ്ങപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി ഏറ്റവും നല്ലത് കർത്താവ് പ്രൊവൈഡ് ചെയ്യുന്ന സമയമാണ്. ജസ്റ്റ് ഫിനാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ലക്ഷറിക്ക് വേണ്ടി ചോദിച്ചോളുക. ആമേൻ. കേവല കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു അബണ്ടൻസിന് വേണ്ടി ആഗ്രഹിക്കുക. നിങ്ങളുടെ മേലെ അത് ഓപ്പണാണ്. I love you, I love you, I love you, Jesus. I love you, I love you, I
ദുഃഖം നീങ്ങും, ഭാരം നീങ്ങും, വറുമൈ നീങ്ങും. ഇന്നേരത്തിൽ നേസിக்கிறേ ഉമ്മൈത്താനേ എൻ ദൈവമേ, എന്നേശുവേ നേസിக்கிறേ ഉമ്മൈത്താനേ എൻ ദൈവമേ, എന്നേശുവേ. സുഖപ്പെടുത്തും, ബലപ്പെടുത്തും, ജീവൻ നൽകും ഇന്നേരത്തിൽ. താങ്ക് യു ലോർഡ്. ആർക്കും മാറ്റാനാവാത്ത എൻ്റെ കഥ മാറി, എൻ്റെ ജീവിതം മാറി. ഞാനുമായി യേശുവിൽ ചെന്നു, ആ രക്തത്തിൽ പങ്കാളിയായി. ഞാനുമായി യേശുവിൽ ചേർന്നു, ആ രക്തത്തിൽ പങ്കാളിയായി. നെക്സ്റ്റ്. എന്നെയാൽ തീരാത്തവോ നന്മകൾ നിനക്കായി വരും. ഓരോന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ സമ്മാനമായി. ആർക്കും മാറ്റാനാവാത്ത എൻ്റെ കഥ മാറി, എൻ്റെ ജീവിതം മാറി. ഞാനുമായി യേശുവിൽ ചേർന്നു, ആ രക്തത്തിൽ പങ്കാ